ഹായ് മക്കളെ, 5ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദ വിങ്സ് ഓഫ് ഡ്രീംസ് എന്നതിലെ ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിലെ പ്രവർത്തനങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്ഡ് ദ ലിറ്റിൽ ട്രെയിൻ റീച്ച് ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. അപ്പോൾ നമ്മുടെ ലിറ്റിൽ ബ്ലൂ എൻജിനാണ് നമ്മുടെ ലിറ്റിൽ ട്രെയിനിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെ മൗണ്ടെയിൻ്റെ മറ്റേ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാവ് യു എവർ ഹെൽപ്ഡ് സംവൺ ഇൻ ട്രബിൾ? നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ട്രബിളിലായിരിക്കുമ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് അബൌട്ട് യുവർ എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, അത് വെച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ളത് പറഞ്ഞു തരാം. യെസ്, ഐ ഹാവ് ഹെൽപ്ഡ് സംവൺ ഇൻ ട്രബിൾ. ഞാനൊരാളെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിലുള്ള ഒരവസ്ഥയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വൺ ഡേ ഐ വാസ് വാക്കിംഗ് ഹോം ഫ്രം സ്കൂൾ വെൻ ഐ സോ യങ് ബോയ് ക്രൈം ബിസൈഡ് ദ റോഡ്. അപ്പോൾ ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴി ഒരു ആൺകുട്ടി, ഒരു യങ് ബോയ് റോഡിൻ്റെ സൈഡിൽ നിന്നും കരയുന്നതായിട്ട് ഞാൻ കണ്ടു. ഹി ഹാഡ് ഫോളൻ ഓഫ് ഹിസ് ബൈസിക്കിൾ ആൻഡ് ഹാർഡ് ഇൻ ഹിസ് നീ. അപ്പോൾ എന്താണ്, അവൻ്റെ സൈക്കിളിൽ നിന്നും താഴെ വീണിട്ട് അവൻ്റെ കാൽമുട്ട് പൊട്ടിയിട്ടുണ്ട്. ഐ ഇമ്മീഡിയറ്റ്ലി റഷ് ടു ഹെൽപ്പ് ഹിം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തു. ഐ ക്ലീൻഡ് ഹിസ് വൗണ്ട് വിത്ത് എ ടിഷ്യൂ ആൻഡ് അപ്ലൈഡ് എ ബാൻഡേജ് ഫ്രം മൈ ഫസ്റ്റ് എയ്ഡ് കിറ്റ്. അപ്പോൾ ഞാൻ അവൻ്റെ ആ ഒരു മുറിവൊക്കെ ഒന്ന്, വൗണ്ട് എന്ന് പറഞ്ഞാൽ മുറിവ്, ആ മുറിവൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് എന്തുകൊണ്ട് ടിഷ്യൂ വെച്ചുകൊണ്ട് ക്ലീൻ ചെയ്തു. എന്നിട്ട് എൻ്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നിന്നും ബാൻഡേജ് എടുത്തിട്ട് അതൊക്കെ ഒട്ടിച്ചു കൊടുത്തു. ദെൻ ഐ ഹെൽപ്ഡ് ഹിം ഫിക്സ് ഹിസ് ബൈസിക്കിൾ ആൻഡ് മെയ്ഡ് ഷുവർ ഹി വാസ് ഓക്കെ ടു റൈഡ് ഹോം. അതിനുശേഷം ഞാൻ അവനെ സൈക്കിളൊക്കെ ഫിക്സ് ചെയ്തിട്ട് അവൻ്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ഹി വാസ് വെരി താങ്ക്ഫുൾ ഫോർ മൈ ഹെൽപ്പ്. അവൻ എൻ്റെ ഹെൽപ്പിൽ, ഞാൻ സഹായിച്ചതിൽ വളരെ നന്ദിയുള്ളവനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി നമ്പർ 2 ആണ്. ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് മെനി തിങ്സ്. എന്താണ്, നമ്മുടെ ചെറിയ ലിറ്റിൽ ട്രെയിൻ ഒരുപാട് സാധനങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്നുണ്ട്, അല്ലേ? ലിസ്റ്റ് ദം ബിലോ. അപ്പോൾ താഴെ അതൊന്ന് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. തിങ്സ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്. അപ്പോൾ കഴിക്കാനും കുടിക്കാനും ഉള്ളത് എന്തൊക്കെയാണ്? ബിഗ് ഗ്രൗണ്ട് ഓറഞ്ചസ്, ഫാറ്റ് റെഡ് ആപ്പിൾസ്, ലോങ് യെല്ലോ ബനാനാസ്, ഫ്രഷ് കോൾഡ് മിൽക്ക്, ലോലിപോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ. ഇത്രയും സാധനങ്ങളായിരുന്നു തിന്നാനും കുടിക്കാനുമായിട്ട് കൊണ്ടുപോയിരുന്നത്. നെക്സ്റ്റ് വൺ, തിങ്സ് ടു പ്ലേ വിത്ത്. എന്താണ്, കളിക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? എ ലോങ് നെക്ക് ജിറാഫ്, വലിയ കഴുത്തുള്ള ഒരു ജിറാഫ്, ടെഡി ബിയർ വിത്തൗട്ട് നെക്ക് ഇല്ലാത്ത ഒരു ടെഡി ബിയർ, ഡോൾ ബ്ലൂ ഐസ് ആൻഡ് യെല്ലോ ഹെയർ ഉള്ള ബ്ലൂ ഐസ് ഉള്ള ഒരു ഡോള്, അതുപോലെ തന്നെ ഡോൾസ് വിത്ത് ബ്രൗൺ ഐസ് ആൻഡ് ബ്രൗൺ ഹെയറും ബ്രൗൺ ഐസും ഉള്ള ഒരു ഡോള്, ടോയ് ഡ്രഗ്സ് പോലെയുള്ള ടോയ്സ്, എയർപ്ലെയിൻസ്, ബോട്ട്സ്, പിക്ചർ ബുക്ക്, ടോയ് ക്രൗൺ. ഇത്രയും സാധനങ്ങളായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ, ആക്ടിവിറ്റി നമ്പർ 3 ആണ്. ദ ലിറ്റിൽ ട്രെയിൻ ട്രൈഡ് ഹാർഡ്. ആ ലിറ്റിൽ ട്രെയിൻ നന്നായിട്ട് പരിശ്രമിച്ചു, അല്ലേ? ബട്ട് ഹർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. പക്ഷേ അതിൻ്റെ ആ ഒരു ചക്രം തിരിഞ്ഞു വന്നില്ല. ദ ക്ലൗൺ ആൻഡ് ദ എനിമൽസ് ക്ലൈംഡ് ഔട്ട് ഓഫ് ദെയർ കാഴ്സ്. അങ്ങനെ ആ ഒരു കോമാളി ക്ലൗണും അതുപോലെ എനിമൽസും ഒക്കെ അതിൻ്റെ അതിൻ്റെ ബോഗിയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു. ദ ട്രൈ ടു പുഷ് ദ ലിറ്റിൽ ട്രെയിൻ. അവരും ലിറ്റിൽ ട്രെയിനെ പുഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ബട്ട് ഷീ കുഡ് നോട്ട് മൂവ്. പക്ഷെ അത് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. വാട്ട് വുഡ് ദ ലിറ്റിൽ ട്രെയിൻ തിങ്ക് ദെൻ? അപ്പോൾ ആ ഒരു ലിറ്റിൽ ട്രെയിൻ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ തോട്ട്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ഓ മൈ ഗോഡ്, ഐ എം സോ സാഡ്. എന്താണ്, എന്താ എനിക്ക് പറ്റിയത്? ഞാൻ വളരെയധികം വിഷമത്തിലാണ്. ഐ ട്രൈഡ് സോ മച്ച്. ഞാൻ നന്നായിട്ട് ശ്രമിച്ചു. ബട്ട് ഐ കാണ്ട് മൂവ്. പക്ഷെ എനിക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. വാട്ട് ഹാപ്പൻ ടു മീ? എനിക്ക് എന്താ സംഭവിച്ചത്? ഡോണ്ട് യു നോ ദാറ്റ് ഇഫ് ഐ ഡോണ്ട് റീച്ച് ഓവർ ദ മൗണ്ടെയിൻ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ്സ് ഓർ ഫുഡ്. നിങ്ങൾക്കറിയോ, ഞാൻ ആ മൗണ്ടെയിൻ്റെ അങ്ങോട്ട് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ടോയ്സും ഫുഡൊന്നും ഇല്ലാതെ വളരെയധികം വിഷമിക്കുമെന്നാണ് പറയുന്നത്. പ്ലീസ് ഹെൽപ്പ് മീ ഗോഡ്. ദൈവം എന്നെ സഹായിക്കൂ എന്നായിരിക്കും ആ ഒരു ട്രെയിൻ ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. ഏകദേശം ഇതേപോലെ ആയിരിക്കണം എന്ന് മാത്രം. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ദ ആക്ടിവിറ്റി നമ്പർ 4. ആക്ടിവിറ്റി നമ്പർ 4 ആണ് നോക്കുന്നത്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ഷീ കണ്ടിന്യൂഡ് ദ ജേർണി. ആ ഒരു ലിറ്റിൽ ബ്ലൂ എൻജിൻ നമ്മളെ ലിറ്റിൽ ട്രെയിനിനെ ആ ഒരു ജേർണിയിൽ
ഹെൽപ്പ് ചെയ്തു അല്ലേ, അതിൻ്റെ ആ ഒരു യാത്ര തുടരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺ ദ വേ ദ ലിറ്റിൽ ട്രെയിൻ ഹാപ്പൻ ടു മീറ്റ് ദ ഷൈനി ന്യൂ എഞ്ചിൻ. അപ്പോൾ പോകുന്ന വഴിക്ക് ആദ്യം നമ്മൾ കണ്ടിട്ടുള്ള ഷൈനി ന്യൂ എഞ്ചിനെ കണ്ടു. ഹി വാസ് സർപ്രൈസ്ഡ് ടു സീ ദ ലിറ്റിൽ ട്രെയിൻ. അപ്പോൾ ആ ലിറ്റിൽ ട്രെയിനെ കണ്ടപ്പോൾ അത് വളരെയധികം സർപ്രൈസ് ആയി പോവുകയാണ്. വാട്ട് കുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ഷൈനി ന്യൂ എഞ്ചിൻ. അപ്പോൾ ഷൈനി ന്യൂ എഞ്ചിനും ലിറ്റിൽ ട്രെയിനും തമ്മിൽ നടക്കാനിടയിലുള്ള കോൺവെർസേഷനാണ് ഇവിടെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർ ചോദിച്ചിട്ടുണ്ടാവുക എന്നാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം ഷൈനി ന്യൂ എഞ്ചിൻ പറയാണ്, ഓ ഐ സർപ്രൈസ്ഡ് ടു സീ യു ഓൺ ദ ട്രാക്സ്. ഹൗ ഡിഡ് യു മാനേജ് ടു ഗെറ്റ് ഓവർ ദ മൗണ്ടെയിൻ. ഈ ട്രാക്കിൽ നിന്നെ കണ്ടപ്പോൾ ഞാൻ വളരെയധികം സർപ്രൈസ് ആയി. എങ്ങനെയാണ് നീ ഈ മൗണ്ടെയിനിലൊക്കെ മാനേജ് ചെയ്തിട്ട് പോകുന്നത്? ലിറ്റിൽ ട്രെയിൻ പറയാണ്, ഐ മെറ്റ് എ ഫ്രണ്ട് ഹു ബിലീവ്ഡ് ഇൻ മീ ആൻഡ് ഹെൽപ്ഡ് മീ റീച്ച് ദ അതർ സൈഡ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു, അവനിൽ അവനും വിശ്വാസം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു സൈഡിലേക്ക് എത്തിയിട്ടുള്ളത്. ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ഷോഡ് മീ ദാറ്റ് ഈവൻ ദ സ്മോളസ്റ്റ് എഞ്ചിൻ ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നു, ഒരു ചെറിയ സാധനമാണെങ്കിലും അതിനും നന്നായിട്ട് അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തന്നു. ഷൈനി ന്യൂ എഞ്ചിൻ ചോദിക്കുകയാണ്, ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ യു സേ ദാറ്റ് ടൈനി തിങ്. നീ പറയുന്ന ലിറ്റിൽ ബ്ലൂ എഞ്ചിനെ കുറിച്ചിട്ടാണോ, ആ ഒരു ചെറിയ സാധനത്തിനോ? അപ്പോൾ ലിറ്റിൽ ട്രെയിൻ പറയാണ്, യെസ് ഷീ മൈറ്റ് മീൻസ് ബോൾ. ശരിക്കും അതൊരു സ്മോൾ ആണ്, ബട്ട് ഹെർ ഹാർട്ട് ഈസ് ബിഗ്. പക്ഷെ അതിൻ്റെ ഹൃദയം വളരെ വലുതാണ്. ഷീ പ്രൂവ്ഡ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ദ സൈസ് ഓഫ് ദ എൻജിൻ ദാറ്റ് മാറ്റേഴ്സ് ബട്ട് ദ വില്ലിങ്നെസ് ടു ഹെൽപ്പ് അതേഴ്സ്. അത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. സൈസ്, ഒരു എൻജിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു സംഭവമേ അല്ല, അത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ ഒരു വില്ലിങ്നെസ് ആണ് വേണ്ടത് എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഷൈനി ന്യൂ എഞ്ചിൻ പറയാണ്, ഐ മസ്റ്റ് അഡ്മിറ്റ് ഐ ഫീൽ എ ബിറ്റ് അഷെയിംഡ്. എന്താണ്, ഞാൻ ശരിക്കും ഇത് മനസ്സിലാക്കേണ്ടതാണ്, എനിക്കിപ്പോൾ ലജ്ജ തോന്നുന്നു. ഐ റെഫ്യൂസ്ഡ് ടു ഹെൽപ്പ് യു വെൻ യു നീഡഡ് ഇറ്റ്. നീ ആവശ്യപ്പെട്ടപ്പോൾ ഞാനത് നിരസിക്കുകയാണ് ചെയ്തത്. ക്യാൻ യു ഫോർഗീവ് മീ ഫോർ ദാറ്റ്. എന്താണ്, നീ എനിക്ക് പുറത്തു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലിറ്റിൽ ട്രെയിൻ പറയാണ്, ഓഫ് കോഴ്സ് ഐ ഫോർഗീവ് യു. തീർച്ചയായിട്ടും ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ബട്ട് റിമെമ്പർ സംടൈംസ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ ഗ്രാൻഡ് ഓർ ഇമ്പോർട്ടൻറ്റ് വി തിങ്ക് വി ആർ. ചില സമയത്ത് നമ്മൾ എന്താണോ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ലിറ്റിൽ ട്രെയിനും അതുപോലെ തന്നെ ഷൈനി ന്യൂ എഞ്ചിനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 5 ആണ്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻ. അപ്പോൾ നമ്മുടെ സ്റ്റോറിയിൽ നിന്നുള്ള കുറച്ച് ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് ഒന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത്. ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് ഗുഡ് തിങ്സ് ടു ഈറ്റ് ടു. എന്താണ്, ലിറ്റിൽ ട്രെയിന് കഴിക്കാനുള്ള ഒരുപാട് സാധനങ്ങളും കൂടെ വഹിക്കുന്നുണ്ട്. ബിഗ് ഓറഞ്ച്, റൗണ്ട് ഓറഞ്ച്. എങ്ങനെയുള്ളതാണ്? നല്ല റൗണ്ട് ആയിട്ടുള്ള വലിയ ഓറഞ്ച്. ദെൻ ഫാറ്റ് റെഡ് ആപ്പിൾ, നല്ല തടിച്ച റെഡ് ആപ്പിൾ. ലോങ് യെല്ലോ ബനാനാസ്, നല്ല നീളമുള്ള മഞ്ഞ പഴം. ഫ്രഷ് കോൾഡ് മിൽക്ക്, നല്ല ഫ്രഷ് ആയിട്ടുള്ള തണുത്ത കോൾഡ് മിൽക്ക്. ആൻഡ് ലോലിപോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഫുഡ്, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള ലോലിപോപ്സും കൂടെ ഉണ്ട്. ലുക്ക് അറ്റ് ദ വേർഡ് പിരമിഡ് ആൻഡ് മേക്ക് മോർ സച്ച് വേർഡ് പിരമിഡ്. അപ്പോൾ താഴെ ഇതുപോലെയുള്ള ഒരു പിരമിഡ് കൊടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് ബിഗ് റൗണ്ട് ഓറഞ്ചസ്, ഫാറ്റ് റെഡ് ആപ്പിൾസ്, ലോങ് യെല്ലോ ബനാനാസ്, ഫ്രഷ് കോൾഡ് മിൽക്ക്. ഇതൊക്കെയാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ പിരമിഡ് നോക്കൂ. കാറിനെ കുറിച്ച് പറയാനല്ലേ, കാർ, ദ ബ്ലൂ കാർ, ദ ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ, ദ ബിഗ് ബ്ലൂ കാർ എന്നാണ് പറയുന്നത്. ദ ബിഗ് ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓറഞ്ചിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഫ്ലവറിനെ കുറിച്ചിട്ടും എഴുതണം. അപ്പോൾ നമുക്ക് ഓറഞ്ചിനെ കുറിച്ചിട്ട് ആദ്യം എഴുതാം, ഓറഞ്ച് എന്ന് എഴുതാം അല്ലേ, ഓറഞ്ച്. പിന്നെ എന്ത് കൊടുക്കാം, ദ ഓറഞ്ച്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ദ ജ്യൂസി ഓറഞ്ച് എന്ന് എഴുതി കൊടുക്കാം, ദ ജ്യൂസി ഓറഞ്ച്. പിന്നെന്ത് എഴുതാം, ദ സ്വീറ്റ് ജ്യൂസി ഓറഞ്ച്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എഴുതാം ദ ബിഗ് സ്വീറ്റ് ജ്യൂസി ഓറഞ്ച്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫ്ലവർ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഫ്ലവർ എന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് വൺ ദ ഫ്ലവർ, അതിനുശേഷം ദ റെഡ് ഫ്ലവർ,
പിന്നെ എഴുതി കൊടുക്കാം ദ ബ്യൂട്ടിഫുൾ റെഡ് ഫ്ലവർ. പിന്നെയോ ദ സ്മോൾ ബ്യൂട്ടിഫുൾ റെഡ് ഫ്ലവർ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ ഒരു പിരമിഡ് പോലെ ഇത് എഴുതി കൊടുക്കാൻ. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം. ആക്ടിവിറ്റി നമ്പർ 6 ആണ്. ഇൻ ദ സ്റ്റോറി ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സേസ് ഐ തിങ്ക് ഐ ക്യാൻ. ഈ സ്റ്റോറിയിൽ നമ്മുടെ ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയുന്നുണ്ട് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് പറ്റുമെന്നുള്ളതാണ്. ആസ്ക് യുവർ ഫ്രണ്ട്സ് ഇഫ് ദേ ക്യാൻ ഡു വാട്ട് ദേ സീ ഇൻ ദ പിക്ചേഴ്സ്. അപ്പോൾ ഈ പിക്ചേഴ്സിൽ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇതിലെന്തൊക്കെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കുക. ദെൻ റൈറ്റ് ഓൺ യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് പോസിബിൾ റെസ്പോൺസസ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസും പോസിബിൾ ആൻസേഴ്സും നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇവിടെ സ്വിമ്മിങ്, ഫുട്ബോൾ, അതുപോലെ തന്നെ ഡാൻസ് ഒക്കെയാണ് കാണുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്യാൻ യു സ്വിം? നിങ്ങൾ നീന്തുമോ? അപ്പോൾ എന്തായിരിക്കും? യെസ് ഐ ക്യാൻ അല്ലെങ്കിൽ നോ ഐ കാണ്ട് എന്നതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, ക്യാൻ യു പ്ലേ ഫുട്ബോൾ? നിങ്ങൾ ഫുട്ബോൾ കളിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് ആൻസറും വരുന്നത് എന്താണ്? ഇതേ സെയിം തന്നെയാണ് അല്ലേ. യെസ് ഐ ക്യാൻ എന്നുള്ള ഈ സെയിം തന്നെ ആൻസർ നിങ്ങൾ ഇവിടെ എല്ലായിടത്തും എഴുതി കൊടുക്കുക. ഓക്കെ, സെയിം ആൻസർ എഴുതാനാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ക്യാൻ യു ഡാൻസ്? നിങ്ങൾ ഡാൻസ് കളിക്കുമോ? ക്യാൻ യു സിങ്? നിങ്ങൾ പാട്ട് പാടുമോ? ക്യാൻ യു റീഡ്? നിങ്ങൾ വായിക്കുമോ? ക്യാൻ യു റൈറ്റ്? നിങ്ങൾ എഴുതുമോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ ചോദിക്കേണ്ടത്. പോസിബിൾ റെസ്പോൺസ് സെയിം ആയിരിക്കും. യെസ് ഐ ക്യാൻ ഓർ നോ ഐ കാണ്ട് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 7 ആണ്. ഷോൾ വി ഇനാക്ട് ദ സ്റ്റോറി ഇൻ ദ ഫോം ഓഫ് എ സ്കിറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾ ഒരു സ്കിറ്റായിട്ട് അവതരിപ്പിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ഹൗ ടു പെർഫോം ദ സ്കിറ്റ്. അപ്പോൾ ഈ സ്കിറ്റ് എങ്ങനെയാണ് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടതെന്ന് ഗ്രൂപ്പായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിൽ ഹെൽപ്പ് യു. താഴെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ സഹായിക്കും. എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഇവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി? ഈ സ്റ്റോറിയിലെ മെയിൻ ഇവൻറ്റ്സ് എന്തൊക്കെയാണ്? വേർ ഡു ദ ഇവൻറ്റ്സ് ടേക്ക് പ്ലേസ്? ഇത് എവിടെയാണ് നടക്കുന്നത്? ഹൂ ആർ ദ ക്യാരക്ടേഴ്സ്? ആരൊക്കെയാണ് ഇതിലെ ക്യാരക്ടേഴ്സ്? വാട്ട് ഡു ദേ സേ? അവരെന്തൊക്കെയാണ് പറയുന്നത്? ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ ഈ സ്കിറ്റിൽ ഉൾപ്പെടുത്തണം. റൈറ്റ് ദം ഇൻ ദ ബോക്സസ് ബിലോ. അപ്പോൾ അത് താഴെ ഈ ബോക്സിൽ എഴുതി കൊടുക്കണം. ഫസ്റ്റ് വൺ ഇവൻറ്റ്സ് ആണ്. എന്തൊക്കെയാണ്? ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിയിങ് ടോയ്സ് ആൻഡ് ഫുഡ്, ദ ട്രെയിൻ ഗെറ്റിംഗ് സ്റ്റക്ക്, ദ ക്ലൗൺ അനിമൽ ആൻഡ് ഡോൾസ് ട്രൈ ടു പുഷ് ഇറ്റ്, ഷൈനി ന്യൂ എൻജിൻ refused to help, the arrival of the big strong engine and its refusal to help, entry of the little blue engine, the little blue engine taking that little train across the mountain. ഇത്രയുമാണ് വരുന്നത്. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ദ ലിറ്റിൽ ട്രെയിൻ, ദ ക്ലൗണ്, ദ ഡോൾസ്, ദ ടോയ്സ്, ദ ഷൈനി ന്യൂ എൻജിൻ, ദ ബിഗ് സ്ട്രോങ് എൻജിൻ, ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. ഓക്കെ, ഇനി ഇതിലെ ഡയലോഗ്സ് എന്തൊക്കെയാണ്? ലിറ്റിൽ ട്രെയിൻ, oh my god, my engine has stopped, it does not start. ദെൻ ദ ക്ലൗൺ പറയാണ് ഡോണ്ട് വെറി വി വിൽ പുഷ്, ഞങ്ങളിത് പുഷ് ചെയ്തോളാം. ലിറ്റിൽ ട്രെയിൻ പറയാണ് നോ ഇറ്റ് ഡസൻറ്റ് വർക്ക്, ഇത് വർക്ക് ആവുന്നില്ല. ക്ലൗൺ എ ഷൈൻ ന്യൂ എൻജിൻ ഈസ് കമ്മിങ്, ലെറ്റ്സ് ആസ്ക് ഹിം ടു ഹെൽപ്പ്. ആ ഒരു ഷൈനി ന്യൂ എൻജിൻ വരുന്നുണ്ട്, നമുക്ക് അവരുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാം. ഇപ്പോൾ ഡോൾസ് ആൻഡ് ടോയ്സ് പറയാണ് ഷൈനി ന്യൂ എൻജിൻ വി ആർ ഇൻ ട്രബിൾ, പ്ലീസ് പുൾ ഓർ ലിറ്റിൽ ഇൻ ട്രെയിൻ അക്രോസ് ദ മൗണ്ടെയിൻ. എന്താണ്, ഞങ്ങളിപ്പോൾ ട്രബിളിൽ പെട്ടിരിക്കുകയാണ്, നിങ്ങൾ ജസ്റ്റ് ഞങ്ങളൊന്ന് പുള്ളി ചെയ്തിട്ട് മൗണ്ടെയിൻ്റെ അങ്ങോട്ടേക്ക് എത്തിക്കണം. ഷൈനി ന്യൂ എൻജിൻ പറയാണ് ആർ യു ക്രേസി, നിങ്ങൾക്ക് പ്രാന്താണോ? ഐ ക്യാരി ഓൺലി ട്രാവലേഴ്സ്, ഐ കാണ്ട് ഹെൽപ്പ് യു, ഞാൻ വെറും യാത്രക്കാരെ മാത്രമേ കൊണ്ടുപോവുള്ളൂ, ഞാൻ നിങ്ങളെ സഹായിക്കില്ല എന്ന് പറയാണ്. ക്ലൗൺ ദർ ഈസ് അനദർ എൻജിൻ കമ്മിങ്, ആ വേറൊരു എൻജിൻ വരുന്നുണ്ട്. ഡോൾസ് ആൻഡ് ടോയ്സ് വിൽ ആസ്ക് ഹിം ടു ഹെൽപ്പ് us, നമുക്ക് അവരോട് സഹായം ചോദിക്കാം. ബിഗ് സ്ട്രോങ് എൻജിൻ വാട്ട് ഈസ് ദ മാറ്റർ, ആ എന്താണ് കാര്യമെന്ന് ചോദിക്കും. അപ്പോൾ ഡോൾസ് ആൻഡ് ബോയ്സ് പറയാണ് എ ലിറ്റിൽ ട്രെയിൻ കാണ്ട് സ്റ്റാർട്ട് ഫുൾ അസ് ആൻഡ് ടേക്ക് അസ് അക്രോസ് ദ മൗണ്ടെയിൻ, നിങ്ങൾ ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക, ആ മൗണ്ടെയിനിലേക്ക് എത്തിക്കാമെന്ന് പറയാണ്. ബിഗ് സ്ട്രോങ് എൻജിൻ പറയാണ് ഐ പുൾ കാർസ് ഫുൾ ഓഫ് ഹെവി ലോഡ്സ് ആൻഡ് ബിഗ് ട്രക്സ്, ഐ ഹാവ് നോ ടൈം ടു ഹെൽപ്പ് യു, ഐ ആം ടു ബിസി. എന്താണ്, ഞാൻ വലിയ ലോഡൊക്കെ വെച്ചുകൊണ്ട് പോവുകയാണ്, ബിഗ് ട്രക്സ് ആണ്, എനിക്ക് നിങ്ങളെ സഹായിക്കാനൊന്നും സമയമില്ല, ഞാൻ തിരക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതും പോവുകയാണ്. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങളതിന് ഒരു കോൺവെർസേഷൻ, ഒരു സ്കിറ്റ് എഴുതാൻ. വാച്ച് ദ പ്രസൻറ്റേഷൻ ഓഫ് യുവർ ഗ്രൂപ്പ് ആൻഡ് കമൻറ്റ് ഓൺ ഇറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പായിട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കമൻറ്റും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് റെയിൻ ഇൻ സമ്മർ എന്നുള്ള പാഠഭാഗമാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.